ഏഷ്യാനെറ്റിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയാണ് കവർ സ്റ്റോറി എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു എഡിറ്റോറിയൽ പ്രോഗ്രാം കൂടിയാണ്. അത് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള സിന്ധു സൂര്യകുമാറാണ് അവതരിപ്പിക്കുന്നത്. സിന്ധു സൂര്യകുമാർ നല്ല ആഴത്തിൽ ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരു ലേഡി തന്നെയാണ്. എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് ലേഡീസ് എത്തുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ അവർ വർഷങ്ങളായി ഏഷ്യാനെറ്റിൽ അത്തരത്തിൽ ഉന്നതമായിട്ടുള്ള പോസ്റ്റിലിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു പരിപാടിയാണത്. കഴിഞ്ഞ തവണത്തേക്ക് ചില കവർ സ്റ്റോറികൾ ഗംഭീരമായിരുന്നു. കാരണം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വൈകുന്ന അടികളുടെയൊക്കെ പ്രധാന പ്രശ്നമെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ വളരെ ഗംഭീരമായി സിന്ധു സൂര്യകുമാർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അവർ പറഞ്ഞത് ഇത്രമാത്രം സൗന്ദര്യം ജനാധിപത്യത്തിന് കൊടുക്കല്ലേ എന്ന് നമ്മളാരും പ്രാർത്ഥിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഇത്തവണ വന്നേക്കണ ഒരു കവർ സ്റ്റോറി എന്ന് പറയുന്നത് സർവം ഫൗൾ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവർ സ്റ്റോറിയാണ് വന്നേക്കണത്. അത് 20 മിനിറ്റ് 40 സെക്കൻഡുമുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചതിനെക്കുറിച്ച് വിമർശനമുണ്ട്, ചില ചോദ്യങ്ങളുമുണ്ട് പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാറിനോട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ആരും തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നുള്ളത് സിന്ധു സൂര്യകുമാർ വിചാരിച്ച് കളയരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവർ പറയുന്നത് നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആൻഡോ അഗസ്റ്റിനെ കുറിച്ചും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ കുറിച്ചും അതുപോലെ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ഒരു പ്രൊസീജിയർ ലാപ്സസിനെ കുറിച്ചും നടപടിക്രമങ്ങളുടെ കുഴപ്പങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ സിന്ധു സൂര്യകുമാർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPM-നോടൊപ്പം നിന്നതുകൊണ്ട്, അതാണ് എനിക്ക് വിയോജിപ്പുള്ളത്. CPM-നോടൊപ്പം നിന്നതുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ വിമർശിക്കപ്പെട്ടില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് തികച്ചും അബദ്ധമാണ്. കാരണം CPM-നോടൊപ്പം നിന്നതുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ കൃത്യമായി വിമർശിക്കപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല. രണ്ടാമത്തത് അവർ വലിയ നേട്ടമുണ്ടാക്കിയത് കൊണ്ട് കൂടിയാണ്. കാരണം അവർ ഏഷ്യാനെറ്റിൻ്റെ ഒപ്പത്തിനൊപ്പം എത്തുകയും അവർക്ക് വലിയ ത്രട്ടായി മാറുകയും ഒക്കെ ചെയ്തത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റിനും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു പരിപാടി നടത്തിയത്. നിങ്ങളുടെ വാർത്തകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതിലടുത്തത് സിന്ധു സൂര്യകുമാർ പറയുന്നത് 1 കോടി വാഗ്ദാനം സംവാദം നടത്തി വിജയിച്ചാൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു തെറ്റാണ്. സിന്ധു സൂര്യകുമാർ തമാശക്ക് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, 6 ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. 6 കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് 6ഉം നിങ്ങൾ വാർത്ത കൊടുത്ത കാര്യങ്ങളാണ്. അതിൽ 6 കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ തരാം എന്നുള്ളതാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. അതിലേതെങ്കിലും ഒരെണ്ണം. അപ്പോൾ അതിപ്പോൾ മേടിക്കാൻ സിന്ധു സൂര്യകുമാറിനും ഏഷ്യാനെറ്റിനൊന്നും താല്പര്യമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിലും ഒരു ചെറിയ ബുദ്ധി സിന്ധു സൂര്യകുമാർ കാണിക്കുന്നുണ്ട്. അത് സിന്ധുവിന് അറിയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സിന്ധു പറയുന്ന അടുത്തൊരു കാര്യം, ഈ നമ്മുടെ സംവാദം നടത്തിയൊക്കെ എന്തിനാണ് ഈ ജയിക്കുന്നത്, അതിനൊക്കെ നിൽക്കുന്നത് എന്തിനാണ്? ഈ രേഖകൾ കയ്യിലുള്ളതൊക്കെ തന്നെ സുതാര്യമാക്കിക്കൊണ്ട് അതൊക്കെ അങ്ങോട്ട് വിശദമാക്കിയാൽ പോരെ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റും കരാറുകളും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ പുറത്തു വിട്ടാൽ പോരെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതങ്ങനെ വിടാൻ കഴിയില്ല. ഞാൻ ആൻഡുമായിട്ട് സംസാരിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നൊരു കാര്യം നോൺ ഡിസ്ക്ലോഷർ ക്ലോസുകൾ അതിനകത്തുണ്ട്, ആ എഗ്രിമെൻറ്റിനകത്തു നിന്നാണ്. അങ്ങനെ നോൺ ഡിസ്ക്ലോഷർ ക്ലോസുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അത് പുറത്തുവിടാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 126 കോടി രൂപ ഇപ്പം തന്നെ അർജൻറ്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കയ്യിലാണ്. അപ്പോൾ AFA എന്ന് പറയുന്ന അർജൻറ്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കയ്യിൽ കിടക്കുന്ന പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അഖിലേന്ത്യാ കോർട്ടിൽ ആർബിട്രേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സിന്ധു, താങ്കളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ നേരെ 126 കോടി രൂപ പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമോ, ഈ എഗ്രിമെൻറ്റുകളെല്ലാം കൂടി പുറത്തു വിടുമോ? എഗ്രിമെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇപ്പോൾ മാത്രമല്ല, ഇതിന് മാസങ്ങൾക്ക് മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പ് സിന്ധു കൃത്യമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ അടക്കം ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രസ് മീറ്റിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1-2 വരികൾ മാത്രം അദ്ദേഹം വായിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ സിന്ധു ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഈ ഹീറോയിസം എന്ന് പറയുന്നത് സംവാദം നടത്തി വിജയിക്കുന്നതല്ല, പകരം രേഖകൾ സുതാര്യമാക്കി കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും കൊടുത്ത് രേഖകൾ പുറത്തു വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സുതാര്യമാക്കി വിശദീകരിക്കുന്നതല്ലേ ഹീറോയിസം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് ഏഷ്യാനെറ്റിൻ്റെ അടുത്തും സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇതിനേക്കാൾ വലിയ ഹീറോയിസം എന്ന് പറയുന്നത്, ഇതിപ്പോൾ അദ്ദേഹത്തിന് നോൺ ഡിസ്ക്ലോഷർ ക്ലോസുകൾ ഉള്ളതുകൊണ്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാരണം ഈ കാശൊക്കെ തിരിച്ച് കിട്ടി, ഇനിയിപ്പോൾ ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില പുറത്തു വിട്ടേക്കും, അന്നേരം വിടട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിതിൽ നഷ്ടമൊന്നുമില്ലല്ലോ, ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 48 മണിക്കൂറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരാമെന്നാണ്.
അപ്പം നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ധാർമ്മികമായ ബാധ്യത കൂടിയുണ്ട്. ആ ബാധ്യത എന്താണ്? നിങ്ങളടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വലിയ ഒരു ആക്രമണം നടത്തുന്നു. തട്ടിപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം ആരുടെയെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. കേരള ഗവൺമെൻറ്റിൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല, സിന്ധു സൂര്യകുമാറിൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ രതീഷ് ചക്രപാണിയുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല, ഈ നാട്ടിൽ നമ്മളറിയുന്ന ആരുടെയും പണം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പരാതിയില്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റില്ല, പോട്ടെ ഒരു വോയിസ് ക്ലിപ്പ് പോലുമില്ല, ലീക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പോലുമില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾ പറയുന്ന ഹീറോയിസം കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഇന്നിന്ന ഗ്രൗണ്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഒക്കെയുള്ള സ്റ്റുഡിയോകളിലേക്ക്, കോഴിക്കോടൊക്കെയുള്ള സ്റ്റുഡിയോകളിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്താൽ അദ്ദേഹം വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വലിയ റേറ്റിംഗ് കൂടും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആവശ്യം എന്ന് പറയുന്നത് ലൈവായി അൺഎഡിറ്റഡ് ആയിട്ട് അത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. അത് കൊടുക്കുക, കാരണം നിങ്ങൾ സത്യസന്ധതയുടെ ആൾക്കാരല്ലേ, തീർച്ചയായിട്ടും അത് കൊടുക്കുക. വിനു വി ജോണിനെയും അതുപോലെ തന്നെ PJ-യെയും സുരേഷ് കുമാറിനെയും അതുപോലെ തന്നെ സിന്ധുവുമൊക്കെ കൂടെ ഇരിക്കുക. എന്നിട്ട് പണ്ട് നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്തതുപോലെ തന്നെ സുവർണ ന്യൂസും നിങ്ങളൊക്കെ കൂടി ഇൻ്റർവ്യൂ ചെയ്ത പോലെ തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് കാശും കിട്ടും, അദ്ദേഹത്തിന് 5 പൈസ കൊടുക്കണ്ട, വരാനുള്ള കാശ് അദ്ദേഹത്തിന് കൊടുക്കും, വേണമെങ്കിൽ കുടിക്കാനുള്ള വെള്ളവും കൂടി പുള്ളി കൊണ്ടുവരും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒരു ചോദ്യമല്ല താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ഹീറോയിസം കാണിക്കാൻ ഏഷ്യാനെറ്റും സിന്ധു സൂര്യകുമാറും തയ്യാറുണ്ടോ എന്നുള്ളതാണ്. 1 കോടി രൂപ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. 1 കോടി രൂപ കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യൂ? നിങ്ങൾ എന്ത് ചെയ്യൂ? കൃത്യമായിട്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ ഒരു വളരെ മാന്യമായിട്ടാണ് സിന്ധു കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സംവാദത്തിന് ഇരുന്നു കൊടുക്കുന്നതല്ല ഹീറോയിസം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ഇനി അതല്ലെങ്കിൽ ഈ എന്താണെങ്കിലും ഈ ആരോപണങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് ആൻഡ് ഓഗസ്റ്റിൻ കരകയറുന്നതാണ് മാധ്യമങ്ങളിലേക്ക് ക്രെഡിബിലിറ്റി നിലനിൽക്കാൻ നല്ലത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. ഒരു ഉപദേശവും ഒരു തലോടലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഇനി ഏറ്റവും വലിയ തമാശ 20 മിനിറ്റ് 40 സെക്കൻഡുമാണ് ഈ പ്രോഗ്രാം ഉള്ളത്. പക്ഷേ ഇതിൻ്റെ 19ാമത്തെ മിനിറ്റിലാണ് പെട്ടെന്ന് സിന്ധു സൂര്യകുമാറിന് ഓർമ്മ വന്നത് MDMA കേസിനെ കുറിച്ച്. അപ്പോൾ MDMA കേസിനെ കുറിച്ചുള്ള VD സതീശൻ്റെ അവകാശവാദങ്ങൾ അത്ര ശരിയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് ഒരു ഒറ്റ വരി 2 വരി അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. കൂടാതെ അപ്പം തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഒരു വരി പറഞ്ഞതിന് ശേഷം VD സതീശൻ വെളിപ്പെടുത്താത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് മറ്റേ മംഗലാപുരം യാത്രയടക്കമുള്ള നിരവധി കാര്യങ്ങൾ, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, അതുമൊക്കെ കൂടി പുറത്തു വരണം എന്ന് പറഞ്ഞ് ഈ 2 വരികളിൽ ജസ്റ്റ് ഇതൊന്ന് ഒതുക്കിയതിന് ശേഷം 2 മിനിറ്റിൽ താഴെ 1 മിനിറ്റിൽ താഴെ ഇതൊന്ന് ഒതുക്കിയതിന് ശേഷം പറയുന്നൊരു കാര്യം, പക്ഷേ മെസ്സി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം. നമ്മുടെ എനിക്ക് സിന്ധു സൂര്യകുമാർ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ്റെ ധാർമ്മികതയും അദ്ദേഹം പറയുന്ന പുറത്തുവിടാതിരിക്കുന്ന കാര്യങ്ങളിലെ ദുരൂഹതകളും അതിൽ ഈ പറയുന്ന പോലെ കള്ളങ്ങളും ഒന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യാം? പകരം ഈ കേരളത്തിലെ വെറുമൊരു ബിസിനസ്സുകാരൻ മാത്രമായ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത, നമ്മളൊന്നും ധാർമ്മികത വേണമെന്ന് വാശി പിടിക്കാൻ കഴിയാത്ത എന്തോരം ബിസിനസ്സുകാരുണ്ട്. അവർക്കൊക്കെ ധാർമ്മികത വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റാത്ത ഈ പറയുന്ന പോലെ 126 കോടി രൂപ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിയെന്നും വേറൊരാളുടെ പണവും അതിൽ പോയിട്ടില്ലെന്ന ആരോപണവുമില്ലാത്ത യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൻഡ് ഓഗസ്റ്റിൻ വലിയ തോതിൽ എന്ത് ചെയ്യണമെന്നാണ്. ആൻഡ് ഓഗസ്റ്റിൻ്റെ ധാർമ്മികത വലിയ ഉയർന്ന തോതിൽ വേണം. പക്ഷേ മുഖ്യമന്ത്രിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1.5 മിനിറ്റ് കഷ്ടി നമ്മൾ ചെലവഴിച്ചാൽ മതി എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പറയുന്ന പോലെ ധാർമ്മിക ബോധത്തിന്, നിങ്ങളുടെ ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തനത്തിന് നല്ല നമസ്കാരം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാർ, മറ്റൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ ഇത് ഹീറോയിസമല്ല, ഇത് ഭീരുത്വമാണ്.